2018 ജൂൺ 26 റഷ്യ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിന്റെ അവസാന മത്സരം. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ അർജന്റീന, മറുവശത്ത് നൈജീരിയ. ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം അർജന്റീനയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഐസ്ലൻഡിനോട് സമനിലയും ക്രൊയേഷ്യയോട് 3-0 കനത്ത തോൽവിയും. ടീമിന് 1 പോയിന്റ് മാത്രം. ഈ മത്സരത്തിൽ ജയിച്ചില്ലെങ്കിൽ ലോകകപ്പ് സ്വപ്നം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവസാനിക്കും. മുഴുവൻ രാജ്യവും മെസ്സിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കി. റെഫറിയുടെ ആദ്യ വിസിലോടെ അർജന്റീന ആക്രമണം തുടങ്ങി. 14-ാം മിനിറ്റിൽ എവർ ബനേഗ തന്റെ ഹാഫിൽ നിന്ന് ഒരു നീണ്ട പാസ് നൽകി. പന്ത് മെസ്സിയുടെ ദിശയിലേക്ക് കൃത്യമായി എത്തി. മെസ്സി തന്റെ ഇടതുകാലിൽ പന്ത് നിയന്ത്രിച്ചു. അടുത്ത ടച്ചിൽ തന്നെ പന്ത് നിലത്തിറക്കി. നൈജീരിയൻ പ്രതിരോധം പ്രതികരിക്കുന്നതിന് മുൻപ് വലതുകാൽ കൊണ്ട് ഒരു കിടിലൻ ഫിനിഷ്. ഗോൾ! അർജന്റീന 1, നൈജീരിയ 0. ലോകകപ്പിൽ ഏറ്റവും മനോഹരമായ ഫസ്റ്റ് ടച്ചുകളിലൊന്നായി ആ ഗോൾ ഇന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി. 51-ാം മിനിറ്റിൽ വാർ പരിശോധനയ്ക്ക് ശേഷം നൈജീരിയയ്ക്ക് പെനാൽറ്റി ലഭിച്ചു. വിക്ടർ മോസസ് ഒരു പിഴവും വരുത്താതെ ഗോൾ നേടി. സ്കോർ 1-1. വീണ്ടും അർജന്റീന പുറത്താകുന്ന സാഹചര്യം. സമയം അവസാനത്തിലേക്ക് നീങ്ങി. ഓരോ മിനിറ്റും ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂട്ടി. 86-ാം മിനിറ്റ് ഗബ്രിയേൽ മെർക്കാഡോയുടെ പാസ് വലതുവശത്തേക്ക് നീങ്ങി. അവിടെ നിന്ന് ക്രിസ്ത്യൻ പവോൺ ഒരു ക്രോസ് ഉയർത്തി. മാർക്കോസ് റോഹോ മുന്നോട്ട് കയറി. വലതുകാലിൽ അതിശയകരമായ ഒരു വോളി. ഗോൾ! അർജന്റീന 2-1 മുന്നിൽ. സ്റ്റേഡിയം മുഴുവൻ അർജന്റീന ആരാധകരുടെ ആഘോഷം. ബെഞ്ചിനുണ്ടായിരുന്ന താരങ്ങളും പരിശീലകരും ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തി. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ മെസ്സി ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തി. ഈ വിജയം അർജന്റീനയെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിച്ചു. പിന്നീട് അവർ ഫ്രാൻസിനോട് തോറ്റു പുറത്തായെങ്കിലും നൈജീരിയക്കെതിരായ ആ രാത്രി മെസ്സിയുടെ കരിയറിലെ ഏറ്റവും സമ്മർദ്ദം നിറഞ്ഞതും ഏറ്റവും ഓർമ്മിപ്പിക്കപ്പെടുന്നതുമായ മത്സരങ്ങളിൽ ഒന്നായി മാറി. കാരണം ആ രാത്രി ഒരു ഗോൾ മാത്രമല്ല പിറന്നത്, ഒരു രാജ്യത്തിന്റെ ലോക പ്രതീക്ഷയാണ് മെസ്സി ജീവനോടെ നിലനിർത്തിയത്.